ഇപ്പോൾ ഈ കുമ്മനം രാജശേഖരന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. അങ്ങയുടെ മകൻ ഷോൺ ജോർജിന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഈ ആദ്യം പറഞ്ഞ രണ്ട് പേരുകൾ അവർ നായർ സമുദായ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലായതുകൊണ്ട് അതിന് പകരം ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ആകുന്നത് ശരിയാകില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെ ഒരു അഭിപ്രായം വന്നാൽ അത് ശരിയാണോ? പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഈയനം വിവരക്കേടും മണ്ടഹത്തരങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും രാഷ്ട്രീയത്തിൽ. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ കുമ്മനം ഒരു MP ആയ യോഗ്യനായ വ്യക്തി എന്നാ തർക്കമിരിക്കുന്നത്? അത് എവിടെയെന്നുള്ളത് വേറെ കാര്യം. അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നത്. ഇവിടുന്ന് പ്രവീണും PC അല്ല തീരുമാനിക്കുന്നു. മനസ്സിലായില്ലേ? അല്ല റിപ്പോർട്ടർ ചാനൽ തീരുമാനിക്കുന്നതിനെ ആക്കാൻ പറ്റും? ഇല്ലല്ലോ. അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യട്ടെ. അതുപോലെ ഈ നമ്മുടെ ഗോവ ഗവർണർ അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ ഫോണിൽ വിളിച്ചത്. ഞാൻ സംസാരിച്ചു. കാരണം അദ്ദേഹം ഒരു കാരണവശാലും എങ്ങനെ നിൽക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. എനിക്കറിയില്ല. അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തോട് പാർട്ടിക്കാരും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞിട്ടില്ല PC. പിന്നെ എന്തിനിങ്ങനെ പേര് വരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് പറയണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു കുശുമ്പിന്റെ ഭാഗമാണ് ഈ സ്ഥാനാർത്ഥിത്വവും ബഹളമൊക്കെ. ഒരു കാര്യമില്ല, അതിനകത്തൊന്നും അർത്ഥമില്ല. പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി ഒരു 2 ആഴ്ച മുമ്പ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പാർട്ടി പറയും ആ സ്ഥാനാർത്ഥി രംഗത്ത് വരും, വോട്ട് മേടിക്കും, ജയിക്കും, പാർലമെന്റിൽ പോയി മോദിജി പ്രധാനമന്ത്രിയാകുമ്പോൾ കൈപൊക്കും. യാതൊരു സംശയം വേണ്ട. അങ്ങ് തന്നെയാണോ? ആരെ? അത് അങ്ങ് തന്നെയാണോ? അത് ആരാന്നറിയത്തില്ല. പാർട്ടി മോളിൽ നിന്ന് പറയട്ടെ. മോളിൽ നിന്ന് പറയുമ്പോഴേ എല്ലാം എനിക്ക് പറയാനാ കാര്യം. ആരാണെങ്കിലും ഇവിടെ നിൽക്കുന്ന ആരാണോ, BJPയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്ന ആളാരാണോ ആ ആൾ ഇവിടെ നിൽക്കും. വലിയ 1 ലക്ഷം വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇന്ത്യൻ പാർലമെന്റിൽ പോയി ശബരിമലയെപ്പറ്റിയും ഇവിടുത്തെ നാടിനെപ്പറ്റിയും ഒക്കെ പ്രസംഗിക്കും. അതോടൊപ്പം ശബരിമല എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ള സ്ഥലമാക്കി മാറ്റി 1000 കോടി രൂപയെങ്കിലും ശബരിമലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവഴിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ. നമ്മുടെ പിൽഗ്രിം ടൂറിസം, ഏറ്റവും പ്രധാനപ്പെട്ട പിൽഗ്രിം ടൂറിസം നമ്മുടെ ഈ പത്തനംതിട്ട പോലെ അതിന് പ്രധാനപ്പെട്ട സ്ഥലം ലോകത്തൊടൊത്തുമില്ല. ശബരിമല, മലയാളപ്പുഴ, എന്നാ നിസാര കോന്നിയിലെ ആന അറിയാമല്ലോ, കോന്നി. അത് കഴിഞ്ഞ് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ വലിയ പള്ളി, എരുമേലി വാവരുപള്ളി നിസാരാണോ? അത് കഴിഞ്ഞ് അരിയുത്ര പൊറോനാപ്പള്ളി, അത് കഴിഞ്ഞ് വാഗമണിൽ ചെന്നാൽ നമ്മുടെ അവിടെ ഇവിടെ നമ്മുടെ വാഗമൺ കുരിശുമല ആശ്രമം പോലെ തന്നെ അവിടെ അള്ളാപ്പാറയുണ്ട്, മുരുകമ്മലയുണ്ട്. മുരുകമ്മല എന്ന് പറയുന്നത് ആ മുരുകമ്മല ഉൾപ്പെട്ട പ്രദേശം 25 ഏക്കർ ബഹുമാനപ്പെട്ട നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ പേര് 10 ഏക്കർ പതിച്ചു കൊടുത്ത 15 ഏക്കർ പാലാ മീനച്ചി താലൂക്ക് യൂണിയന് ഭരിച്ചു കൊടുത്തിരിക്കും. ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നിർബന്ധമായും അന്ന് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായപ്പോൾ അവർ പതിച്ചു കൊടുത്തിട്ടാണ്. അവിടെ പണിയാമെന്ന് വെള്ളാപ്പള്ളിക്ക് വാക്ക് പറഞ്ഞ് അവിടെ ക്ഷേത്രം പണിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ കുറച്ചേരെയായിട്ട് പണിയും ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങോട്ട് പോകാൻ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ കാഞ്ഞിരപ്പള്ളി പാലാ രൂപതയായിട്ട് ബന്ധപ്പെട്ട കള്ളങ്ങാട്ട് പിതാവിന്റെ സമ്മതത്തോടുകൂടി അവിടെ വാഗമൺ വികാരിച്ചന്റെ സാന്നിധ്യത്തിൽ റെസ്റ്റന്റിപ്പിയുടെ ആളുമായിട്ട് ഇന്ന് വഴി നല്ല വൃത്തിയായിട്ട് വഴി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ പള്ളി പണി ക്ഷേത്രം പണിതാൽ മതി. അപ്പൊ ഇതെല്ലാം കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കിട്ടണം. അത് ചെയ്യും. എന്ത് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്. അത് കേന്ദ്രത്തിൽ എപ്പോഴും തെറി പറഞ്ഞുകൊണ്ടെന്ന് അവരും കൊണ്ട് നോക്കൂ. കേന്ദ്രത്തിന് അനുകൂലമായ ജനം കേരളത്തിലുണ്ടെന്ന് കേന്ദ്രത്തിൽ ബോധ്യപ്പെട്ടാൽ അവർ എന്തും ചെയ്യും. ആ നില ഞാൻ സൃഷ്ടിക്കും. ഒരു സംശയം വേണ്ട.